അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോണതെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. നമ്മൾ നമ്മുടെ മാരുതി ഓൾട്ടോ 800 എത്ര മൈലേജ് എടുത്ത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകണം. നമ്മൾ ടാങ്ക് ടു ടാങ്ക് ആണ് ചെക്ക് ചെയ്യുന്നത്. നമ്മളിപ്പോൾ തേനിന്ന് വണ്ടി എടുത്തു. തേനിന്ന് നേരെ നമ്മൾ ഇപ്പൊ ഹൈവേയിലോട്ട് കയറും. അപ്പൊ നമ്മൾ ആദ്യം കാണാൻ പെട്രോൾ പമ്പിൽ വണ്ടി നിർത്തുന്നു, ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കുന്നു. ഏകദേശം ഒരു 28-30 ലിറ്റർ ഫുൾ ടാങ്ക് ആക്കാൻ വേണ്ടി വരും. കാരണം നമ്മളിപ്പോ ഇൻഡിക്കേഷൻ പറഞ്ഞ ഒരൊറ്റ ഇൻഡിക്കേഷൻ ഉള്ളൂ. ഏകദേശം അത്ര ലിറ്റർ പെട്രോൾ വേണ്ടി വരും. നമ്മൾ നേരെ ബോഡിമേറ്റ് കയറി രാജകുമാരി, രാജക്കാട്, പൂപ്പാറയൊക്കെ ടച്ച് ചെയ്താണ് നമ്മൾ കോതമംഗലം, അടിമാലി എല്ലാം ടച്ച് ചെയ്താണ് നമ്മൾ പോകുന്നത്. എറണാകുളം പോകണം. അത് കഴിഞ്ഞ് പിന്നെ തിരിച്ച് വന്ന വഴിക്ക് നമുക്ക് പെട്രോൾ അടിക്കാൻ നമുക്ക് വിചാരിച്ചേക്കുന്നത്. ഇതിപ്പോ നമ്മുടെ ഹൈവേക്ക് എത്തുന്നതിന് മുമ്പായിട്ടുള്ള കുറച്ച് ഗ്രാമങ്ങൾ ഉൾപ്പെടെ പോകാനുണ്ട്. അപ്പൊ അത്യാവശ്യം ഇതിലധികം ഹമ്പുകളൊക്കെ ഉള്ള ഒരു ഏരിയ ആണ്. അങ്ങനെ നമ്മളിപ്പോ ഹൈവേയിൽ എത്താറായി. അപ്പൊ ഹൈവേ കയറുന്നു. ആദ്യം കാണുന്ന പെട്രോൾ പമ്പ് ഇവിടെ നമ്മൾ നോക്കുന്നു. നമ്മളുടെ ടാങ്ക് ഫില്ല് ചെയ്യാണ്. ഇത് കുമളിയിലേക്ക് പോകുന്ന മെയിൻ റോഡാണ്. കുമളി തേനി ഹൈവേ ആണ്. എതിരെ വണ്ടി ഒന്നും വരുന്നില്ല. നമ്മൾ നോക്കിയിട്ട് വണ്ടി എടുക്കുന്നത്. ഓക്കെ, അവിടെ വണ്ടി വരുന്നില്ല. അപ്പൊ നമ്മൾ വണ്ടി എടുക്കാണ്. അങ്ങനെ നമ്മൾ ഹൈവേ കയറി. ഇനി നമുക്ക് അടുത്ത പെട്രോൾ പമ്പ് എവിടെ നോക്കാം. ആദ്യം പെട്രോൾ പമ്പ് നമ്മൾ എത്തി. നമ്മൾ വണ്ടി പെട്രോൾ അടിക്കാൻ വേണ്ടി നിർത്തി. വെയിറ്റ് ചെയ്യാൻ എത്ര ലിറ്റർ പെട്രോൾ കൊള്ളുന്നുള്ളത്. നമ്മൾ ബോഡി എത്തിയിട്ടില്ല. നമ്മൾ തേനി ടൗൺ ഹൈവേക്ക് അടുത്ത് തന്നെയാണ്. പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുന്നു. 16, 17, 18, 26, 30 പോയിന്റാണ് നമുക്ക് വന്നേക്കുന്നത്. നമ്മളവിടെ 90 കിലോമീറ്റർ ഓടി ഓടിയിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ ട്രിപ്പ് സെറ്റ് ചെയ്യാണ്. 0 ആക്കി നമ്മളിനി വണ്ടി എടുക്കുകയാണ്. ഇതിപ്പോ ബോഡിയുടെ അവിടേക്ക് ആയിട്ട് പലത്തും വർക്ക് നടക്കണം കൊണ്ട് താഴെ റോഡ് അല്പം മോശമാണ്. നമ്മളിപ്പോ നേരെ ഇനി നമ്മൾ മുന്താലെത്തി. ഇനി ഒരു 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ബോഡി ലോവർ എത്താം. നമ്മൾ താഴത്തെ ചെക്ക് പോസ്റ്റ് എത്തി. നമ്മളിനി കയറ്റം കയറാൻ ഹെയർ പിൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. റോഡ് നമുക്ക് കേരളം 17 ഹെയർ പിന്നാണ് കയറാനുള്ളത്. അപ്പൊ 17 ഹെയർ പിൻ കയറി കഴിഞ്ഞാൽ നമുക്ക് നേരെ ബോഡി കേരള ബോർഡർ എത്താൻ പറ്റും. ഫസ്റ്റ് ഹെയർ പിൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ റോഡിൽ നല്ലപോലെ തിരക്കുണ്ട്. എല്ലാ ടൂറിസ്റ്റിനും എല്ലാവരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന ദിവസമാണല്ലോ. അപ്പൊ വീക്കെൻഡ് ആയതുകൊണ്ട് ആ ഒരു റഷ് റോഡ് മൊത്തം ഉണ്ട്. അതിന് ഇതുപോലെ ടോർച്ചും കാര്യങ്ങളെല്ലാം റോഡ് അല്പം റഷായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. രണ്ടാമത്തെ ഹെയർ പിൻ എത്തി. നമ്മൾ അങ്ങനെ കേരള തമിഴ്നാട് ബോർഡർ ക്രോസ് ചെയ്യാണ്. നമ്മൾ കേരളത്തിലോട്ട് കയറി. ഇനി നേരെ നമ്മൾ ചെന്നിട്ടുള്ളത് പൂപ്പാറയ്ക്കാണ്. പിന്നെ നമുക്ക് ഇനി പൂപ്പാറ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രാജകുമാരി, രാജക്കാട്, എണ്ണാപ്പെട്ടി, കൊല്ലപ്പെട്ടിയൊക്കെ ടച്ച് ചെയ്ത് നമ്മൾ നേരെ അടിമാലി എത്തുന്നു. അടിമാലിയിൽ നിന്ന് കോതമംഗലം, പെരുമ്പാവൂര്, പിന്നെ എറണാകുളം പോകേണ്ട എറണാകുളം, കാക്കനാട്. ദെൻ തിരിച്ചു തന്നെ ഒഴിക്കും നമ്മൾ പെട്രോൾ അടിക്കാൻ നമ്മൾ വിചാരിച്ചേക്കുന്നത്. ഏകദേശം ഒരു 10-300 കിലോമീറ്റർ നമ്മൾ കവർ ചെയ്തിട്ട് ടാങ്ക് ടു ടാങ്ക് നമുക്ക് എത്ര മൈലേജ് കിട്ടും എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ട്രാഫിക് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഏകദേശം അടിമാലി ടൗൺ എത്തി. നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് ആണ് പോകേണ്ടത്. ഇൻഡിക്കേറ്റർ കിട്ടും. നമ്മൾ ലെഫ്റ്റ് എടുക്കുന്നു. നമ്മൾ അടിമാലി ടൗൺ കവർ ചെയ്തു. ഇതിപ്പോ നമ്മൾ എറണാകുളത്തെ കുറച്ച് വിഷ്വൽസ് ആണ് ട്രാഫിക്കിന്റെ ഇടയിലൊക്കെ ഉള്ളത്. എറണാകുളത്ത് കുറച്ചധികം നമ്മൾ പീക്ക് ടൈം, ഈവനിങ് ടൈമിൽ നമ്മൾ എറണാകുളത്ത് എത്തിയതുകൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് നല്ലപോലെ ഒരു ട്രാഫിക് ഉണ്ടായി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ എറണാകുളത്തെ ട്രാവലിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് പെട്രോൾ പമ്പ് എത്തിയത് കോതമംഗലത്ത് ഉള്ള ജിയോയുടെ പമ്പാണ്. നമ്മൾ തിരിച്ച് വണ്ടി വീണ്ടും പെട്രോൾ പമ്പിലോട്ട് കൊണ്ടുവന്നേക്കാണ് ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കാൻ വേണ്ടി. ഞാൻ പറഞ്ഞത് നമ്മൾ ടാങ്ക് ടു ടാങ്ക് ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ ഫുൾ ടാങ്ക് അടിച്ചിട്ട് വീണ്ടും ഒരു 10-20 കിലോമീറ്റർ ഓടിയിട്ട് വീണ്ടും ടാങ്ക് ഫുൾ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ലിറ്റർ വീണ്ടും വേണം ടാങ്ക് ഫുള്ളാവാനെന്ന് എത്ര ഓടിയെന്ന് നോക്കിയിട്ട് നമ്മൾ ടാങ്ക് ടാങ്ക് നോക്കിയിട്ട് മൈലേജ് ചെക്ക് ചെയ്യാം. നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു റീഫില്ലിങ്. അന്ന് നമ്മൾ ആദ്യം അടിച്ചപ്പോൾ നമുക്ക് 31 ആയിരുന്നെങ്കിൽ ഇപ്പൊ നമുക്ക് 19.29 നമുക്ക് വേണ്ടത്.
അപ്പോൾ വണ്ടി ടോട്ടൽ 345.6 കിലോമീറ്റർ നമ്മുടെ വണ്ടി ഓടി. അതിനുവേണ്ടി ഉപയോഗിച്ചേക്കുന്നത് 19.34 ലിറ്റർ ഫ്യൂലാണ് ഉപയോഗിച്ചേക്കുന്നത്. അപ്പൊ നമുക്കിനി മൈലേജ് എത്ര കിട്ടി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, വണ്ടി വീണ്ടും നാം സ്റ്റാർട്ട് ചെയ്തേക്കാണ്. നമ്മുടെ മൈലേജ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടോട്ടൽ ഓടിയേക്കുന്നത് 345.6 കിലോമീറ്റർ ആണ്. ടോട്ടൽ ഫ്യൂവൽ യൂസ് ചെയ്തേക്കുന്നത് 19.34 ലിറ്റർ ആണ്. നമ്മുടെ ആവറേജ് മൈലേജ് നമുക്ക് നമ്മുടെ കാർ തന്നേക്കുന്നത് 17.8 കിലോമീറ്റർ പെർ ലിറ്റർ ആണ് നമുക്ക് തന്നേക്കുന്നത്. നമുക്കിപ്പോൾ ഏകദേശം നമുക്ക് റൗണ്ട് 18 കിലോമീറ്റർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വെച്ചാൽ നമ്മൾ ഹൈ റേഞ്ച് ഓടിയിട്ടുണ്ട്, പിന്നെ റോഡ് വർക്ക് നടക്കായിരുന്നു, അതുപോലെ തന്നെ എറണാകുളം ബ്ലോക്കിൽ നമ്മൾ ഓടിയിട്ടുണ്ട്. നമുക്കൊരു ആവറേജാണ് നമ്മുടെ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുള്ള ആവറേജ് മൈലേജ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ഗുഡ് ബൈ.